പ്രിയമുള്ളവരെ, എൻ്റെ പേര് ലീബ എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഞാൻ സാറിൻ്റെ ഈ ഒരു മെഡിറ്റേഷൻ്റെ ഒക്കെ ഇത് കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ, എൻ്റെ പെരുമാറ്റത്തിലൊക്കെ ഉണ്ടായി. കുറച്ചും കൂടെ ക്ലിയർ ആവാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ട്രാക്കിലേക്ക് വന്നപ്പോൾ അത് ഓക്കെ ആയി ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ 2020 മെഡിറ്റേഷന് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ആഗ്രഹങ്ങൾ ഞാൻ എഴുതി വെച്ചു. സാറ് പറഞ്ഞില്ല, നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ എഴുതി വെച്ചിട്ട് അതിന് വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഞാൻ എഴുതി വെച്ച ഒരു കാര്യം 2-3 കാര്യം ഓക്കെ ആയി. അതിൽ ഒരു കാര്യം കാക്ക മറന്ന് പറക്കുമെന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷേ ഈ കാര്യം സംഭവിക്കുമോ എന്നുള്ളത് ഒരു ഡൗട്ടായിരുന്നു. പക്ഷേ സാറ് പറഞ്ഞതിനനുസരിച്ച് ഞാനത് എഴുതി വെച്ചു. ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു. ഒന്നുമല്ല, ഒരു വലിയൊരു സംഭവം. കാരണം ഞാനും എൻ്റെ അമ്മായിയമ്മയും തമ്മിൽ ഒരു ചെറുതല്ല വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ മാനസികമായിട്ട് ഒത്തിരി അകന്നു പോയിരുന്നു. അവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പക്ഷേ ഞാൻ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: എന്നെ വിളിക്കണം, എൻ്റെ മൊബൈലിലേക്ക് അവരുടെ കോള് വരിക മാത്രമല്ല, എൻ്റെ കുഞ്ഞുമക്കളോട് വളരെ സ്നേഹത്തിൽ പെരുമാറുക ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ എഴുതി വെച്ചു. ആ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞു പോയി. അതൊക്കെ കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞു. എന്തിനു പറയണോ, എനിക്ക് ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞ പോലെ ഇന്നലെയല്ല, മിനിഞ്ഞാന്ന് അവരെന്നെ വിളിച്ചിട്ട് എനിക്ക് അവരുടെ നമ്പറൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോൺ ഫോർമാറ്റ് ചെയ്തപ്പോൾ പോയിരുന്നു. അവരെന്നെ വിളിച്ചിട്ട് എനിക്ക് ശബ്ദം ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു, പിന്നെന്താ ഞാനാണ് വിളിക്കുന്നത്. എനിക്ക് അതിശയം കൊണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കാരണം ഒരിക്കൽ പോലും അവർക്ക് അങ്ങനെ ഒരു മാനസാന്തരം വരുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അവർ പറഞ്ഞതാണ്, കുഞ്ഞുങ്ങളെ കാണണം, നിന്നെ കാണണം, ഇവിടെ വരാൻ പറ്റുമോ എന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ വയ്യ. എനിക്ക് കുറച്ച് നേരത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. ഞാൻ അവരോട് വളരെ സൗമ്യമായ രീതിയിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാനതിന് ഈശ്വരനോട് നന്ദി പറയുന്നു, പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു, അമ്മയോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞു. അവർ ഈ പറഞ്ഞ പോലെ എൻ്റെ സംസാരം കേട്ടോട് കൂടിയിട്ട് അവർക്കും എന്തോ പോലെ ആയിപ്പോയി. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് നേരത്തേക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിചാരിച്ച് കുറേ നേരം നിന്ന്. പിന്നെ ആ സന്തോഷം ഞാൻ പ്രസീതാമാവിനെ വിളിച്ച് പറഞ്ഞു. എന്തൊക്കെയാ ഞാൻ പറഞ്ഞതെന്നറിയില്ല. എനിക്ക് ഒത്തിരി സന്തോഷം ഉള്ളത്, ഒത്തിരി കടപ്പാട്, സ്നേഹമൊക്കെ പറയുന്നത് ഞാൻ നമ്മുടെ ദിനേശ് സാറിനോടാണ്. അദ്ദേഹം വഴി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ശരിയായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത പലതും ശരിയാകുന്നു. അതുപോലെ തന്നെ എവിടെയോ ഒരു കോൺഫിഡൻസ് കുറവ് എനിക്കുണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് കുറവൊക്കെ മാറി വളരെ ബോൾഡായിട്ട് എൻ്റെ പെരുമാറ്റമായാലും ശരി, എൻ്റെ എല്ലാ കാര്യങ്ങളായാലും ശരി മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയുന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു ഇതൊക്കെ കണ്ടെത്താനും ഇങ്ങനെയുള്ള ഗുരു വന്ധ്യനായിട്ടുള്ള അദ്ദേഹത്തെ പരിചയപ്പെടാനൊക്കെ അവസരം തന്ന ഈശ്വരനോടും പ്രപഞ്ചത്തിനോടും ഒക്കെ ഒത്തിരി നന്ദി. ഇനിയും ഇതുപോലുള്ള മിറാക്കിളുകൾ സംഭവിക്കുന്നെന്നെ ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് നന്ദി.